പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ കുറഞ്ഞ ബഡ്ജറ്റ്, ഒരു 10,000 രൂപയാണ് എൻ്റെ കയ്യിലുള്ളത്. എന്നാൽ ആ റേഞ്ചിൽ നമുക്ക് കിട്ടുന്ന മൈലേജുള്ള ബൈക്കുകളെ കുറിച്ചാണ്. ഞാനൊരു 6 വണ്ടി ആണ് ഇതിൽ സംസാരിക്കാൻ പോകുന്നത്. അതിൽ അവസാനം പറയുന്ന 3 വണ്ടികൾ സെൽഫ് സ്റ്റാർട്ടുള്ള മോഡലായിരിക്കും. സ്റ്റാർട്ടിങ്ങിലെല്ലാം കിക്ക് സ്റ്റാർട്ട് മോഡലായിരിക്കും. അപ്പോൾ 10,000 രൂപ റേഞ്ചിൽ നമുക്ക് ആദ്യം കിട്ടുന്നത് ഒരു റീടെസ്റ്റ് അടക്കാറായ ഒരു 10,000 രൂപ റേഞ്ചിൽ നമുക്ക് ആദ്യം കിട്ടുന്നത് ഹീറോയുടെ വണ്ടികളായിരിക്കും. ഒരു 2008, 2009 മോഡൽസ് പാഷൻ പ്ലസ് കിട്ടും. അതുപോലെ തന്നെ 2008, 2009 മോഡലൊക്കെ പാഷൻ പ്രോ കിട്ടാൻ ചാൻസ് ഉണ്ട്, ഗ്ലാമർ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഏകദേശം ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ടെസ്റ്റ് ആവുന്ന വണ്ടികളായിരിക്കും കൂടുതലും കിട്ടുക. പിന്നെ പാഷൻ പ്ലസ് എന്നൊക്കെ പറയുമ്പോൾ 110 cc വണ്ടിയാണ്, ഹീറോയുടെയാണ്. അത്യാവശ്യം ഓടിത്തെളിഞ്ഞ വണ്ടിയാണ്. ഒരു 15 വർഷത്തോളം റോഡിൽ ഓടിക്കുന്ന വണ്ടിയായിരിക്കും. എല്ലാം നമുക്ക് ഇപ്പോൾ റേഞ്ചിൽ കിട്ടാവുന്നത്. ഒരു 1 ടൈം എഞ്ചിൻ പണിയെല്ലാം കഴിഞ്ഞായിരിക്കും. അപ്പോൾ വേറെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊന്നും വലുതായിട്ട് ഉണ്ടാവില്ല. പിന്നെ പാഷൻ പ്ലസ് സംബന്ധിച്ചിടത്തോളം ഒരു 55-60 റേഞ്ച് മൈലേജ് കൺഫേം ആയിട്ട് കിട്ടുന്നതാണ്. അലുവീലായിരിക്കില്ല, നോർമൽ കമ്പി വീലായിരിക്കും. അലുവീലായിരിക്കില്ല, നോർമൽ കമ്പി വീലായിരിക്കും വരിക. അപ്പോൾ കുറച്ചുകൂടി റൈഡിങ് കംഫർട്ട് ഉണ്ടാവും. നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകും. അത്യാവശ്യം വലിപ്പമുള്ളൊരു വണ്ടിയാണ്. സുന്ദരമായിട്ട് ഓടിച്ചു നടക്കുക. സെയിം തന്നെ ഗ്ലാമറിലേക്ക് വരുമ്പോൾ 2008 മോഡൽ, അതായത് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 4 മാസമൊക്കെ റീടെസ്റ്റിന് ടൈമുള്ള വണ്ടികൾ കിട്ടുന്നതാണ്. ഗ്ലാമർ ആകുമ്പോൾ സെൽഫ് സ്റ്റാർട്ടുള്ള മോഡലായിരിക്കും. അലുവീലുണ്ടാവും. 2008, 2009 ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ഉണ്ടാവില്ല. ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്ന മോഡൽസ് കിട്ടാനും ചാൻസ് ഉണ്ട്. സാധാരണ അതൊരു ഓപ്ഷനായിട്ടാണ് ആ സമയത്ത് വന്നിരുന്നത്. ബേസ് മോഡൽ വരുന്നുണ്ട്, പക്ഷെ അതിന് അലുവീലുണ്ടാവും. സെക്കൻഡ് മോഡലിനാണ് ഡിസ്ക് ബ്രേക്ക്, ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വന്നിരുന്നത്. അപ്പോൾ 2009, 2008 ഗ്ലാമറൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഗ്ലാമർ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക. കാരണം എപ്പോഴും വൈറ്റ് സ്മോക്ക്, അതായത് എഞ്ചിൻ പണി പെട്ടെന്ന് വരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഒരു 90% ഗ്ലാമർ എടുത്ത് നമ്മൾ നന്നായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് നോക്കിയാലും ഈ പറഞ്ഞ പോലെ സ്മോക്ക് വരും. അതില്ലാതെ വണ്ടി തിരഞ്ഞെടുക്കുക. പിന്നെ സൈഡ് കവർ കാര്യങ്ങളൊക്കെ പൊട്ടാത്ത നല്ല അത്യാവശ്യം കണ്ടീഷനുള്ള വണ്ടി നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഹോണ്ടയിൽ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഷൈൻ കിട്ടും. 2009 മോഡൽ ഷൈനൊക്കെ ഇഷ്ടംപോലെ ഫേസ്ബുക്കിൽ കൊടുക്കാറുണ്ട്. 12 രൂപ, 13 രൂപ കിട്ടണം. അതൊക്കെ സംസാരിച്ചാൽ നമുക്കൊരു 10,000 രൂപ ഇങ്ങോട്ട് പോരും. അതൊക്കെ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 7 മാസം, ചിലപ്പോൾ 4 മാസമൊക്കെ പേപ്പർ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഷൈനൊക്കെ ഗ്യാരണ്ടി വണ്ടിയാണ്. 125 cc ആണ്, 4 ഗിയർ അലുവീലുള്ള മോഡൽ കിട്ടും. ഡിസ്ക് ബ്രേക്ക് ഉണ്ടാവും. ഒരു 55-60 റേഞ്ചിൽ മൈലേജ് ഉണ്ടാവും. സെൽഫ് സ്റ്റാർട്ട് വരും. അത്യാവശ്യം പീസ് ഓഫ് മൈൻഡായിട്ട് ഓടിച്ച് നടക്കുക. വലിയ മെയിൻ്റനൻസ് ഒന്നും വരില്ല. പിന്നെ നമ്മളൊരു 2 വണ്ടികളൂടി ഈ റേഞ്ചിൽ കിട്ടുന്നതാണ്. അതൊന്നും മഹീന്ദ്രയുടെ സെഞ്ചൂറോ ആണ്. നമുക്കൊരു 2013-14 മോഡൽ സെഞ്ചൂറോ ഒക്കെ ഈ പറഞ്ഞ 10,000 രൂപ, 12,000 രൂപക്കെല്ലാം വണ്ടികൾ ഒത്തിരി കിട്ടാനുണ്ട്. സെഞ്ചൂറോ എടുക്കുമ്പോൾ അലുവീലുണ്ടാവും, ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ഉണ്ടാവും, സെൽഫ് സ്റ്റാർട്ട് ഉണ്ടാവും. നല്ല വണ്ടിയാണ്. ഒരു 55-65 റേഞ്ച് മൈലേജ് കിട്ടും. പക്ഷെ ഒരു പ്രശ്നം വെച്ചാൽ അതിൻ്റെ സ്പെയർ പാർട്സ് വളരെ വളരെ പാടാണ് കിട്ടാനായിട്ട്. ഞങ്ങളെല്ലാം വണ്ടി വന്നാൽ തന്നെ എടുക്കാറില്ല. കൂടുതലും പൊളിക്കാനാണ് വണ്ടി പോകുന്നത്. പക്ഷെ അത്യാവശ്യക്കാരനാണ് നല്ലൊരു എഞ്ചിൻ കണ്ടീഷനുള്ള വണ്ടി കിട്ടിയാൽ എടുക്കാം, ഓടിച്ചു നടക്കാം, കുഴപ്പമൊന്നുമില്ല. മൈലേജ് കിട്ടും, വണ്ടി സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ സുസുക്കിയുടെ ഹയാത്തെ, സുസുക്കിയുടെ സ്ലിംഗ് ഷോട്ട് കിട്ടും. 2011 വണ്ടി, 2010 വണ്ടിയൊക്കെ ഒരു 3-3.5 കൊല്ലം പേപ്പറുള്ള സുസുക്കിയുടെ സ്ലിംഗ് ഷോട്ട് ഈ റേഞ്ചിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതും സെൽഫ് അലുവീൽ വരുന്ന മോഡലാണ്. പിന്നെ പതിപോലെ ഏത് വണ്ടി ആണെങ്കിലും നന്നായിട്ട് ഓടിച്ചു നോക്കുക. അതിൻ്റെ ഇലക്ട്രിക്കലി, മെക്കാനിക്കലി, എഞ്ചിൻ കണ്ടീഷൻ എല്ലാം നോക്കി ബോധ്യപ്പെട്ടെടുക്കുക. എന്തായാലും ഒരു 1 ടൈം എഞ്ചിൻ പണിയെല്ലാം കഴിഞ്ഞേക്കുന്ന വണ്ടികളായിരിക്കും നമുക്ക് കിട്ടുക. നമ്മൾ ഈ പറഞ്ഞ വണ്ടികൾ കുറച്ചാൾ ഓടിച്ചു നടന്നിട്ട് വിൽക്കുകയോ ഇപ്പോൾ കൂടുതൽ ഇതിൻ്റെ പകുതി പൈസ ഒരു 4,000-5,000 പൊളിക്കാൻ കൊടുത്താൽ പോലും ഈ പറഞ്ഞ വണ്ടികൾക്കെല്ലാം കിട്ടുന്നതാണ്. പിന്നെ ഇൻ കേസ് ഇപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ട് റീടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്കൊരു 2,500 രൂപ അടുത്ത് റീടെസ്റ്റിൻ്റെ കാശ് വരുള്ളൂ, പേപ്പർ കാശ് വരുള്ളൂ. പിന്നെ ബാക്കി വണ്ടിയുടെ മെയിൻ്റനൻസ്, പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കൂടി അത്യാവശ്യം വണ്ടിയുടെ മെയിൻ്റനൻസ് വർക്കാണ്. പെയിൻറ്റിങ്, ടച്ചിങ്, പിന്നെ ഇലക്ട്രിക്കൽ ഇൻഡിക്കേറ്റർ, ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കലാണ്. അതെല്ലാം കൂടി തന്നെ ഒരു 3 രൂപ റേഞ്ചിൽ നിൽക്കും. ഏകദേശം ഒരു 6,000 രൂപ 7,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വണ്ടി കണ്ടീഷനാക്കി ഇടും. ഒരു 5 വർഷം ഓടിച്ച് നോക്കുക. അപ്പോൾ അതുകൊണ്ട് 10,000 രൂപയ്ക്ക് വണ്ടി എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നല്ല വണ്ടി നോക്കിയെടുക്കുക. അടുത്തൊരു മെക്കാനിക് ഉണ്ട്, ഒരു വർക്ക്ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് കാണിച്ച് നോക്കിയിട്ട് എഞ്ചിൻ കണ്ടീഷൻ മാത്രം നോക്കിയെടുക്കുക. എഞ്ചിൻ കണ്ടീഷൻ നല്ലതാണെങ്കിൽ വണ്ടി എടുത്തോ, കുഴപ്പമില്ല. ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ. കാരണം ഓടിച്ചുകൊണ്ട് നടക്കുക. പിന്നെ ടെസ്റ്റിൻ്റെ സമയത്ത് നമുക്കതെല്ലാം സമയത്ത് കുറച്ച് പൈസ മുടക്കി നമുക്കത് റെഡിയാക്കി എടുക്കാവുന്ന ആവശ്യമുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ വാഹനങ്ങളാണ് നമുക്ക് ഈ പറഞ്ഞ റേഞ്ചിൽ കിട്ടുന്നത്.
അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് വീഡിയോ കാണുന്ന എല്ലാ മെമ്പേഴ്സും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങളുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ ഈ റേഞ്ചിൽ മറ്റേതെങ്കിലും വാഹനങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വാഹനങ്ങളെക്കുറിച്ച് നല്ലൊരു വീഡിയോ ഉടനെ തന്നെ ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.